ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ബസുമതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1.5 കിലോ. പിന്നെ തക്കാളി വേണം, ജിഞ്ചർ വേണം, ഗാർലിക് വേണം, പിന്നെ ഒണിയൻ വേണം, പച്ചമുളക് വേണം, കശുവണ്ടി കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ക്രിസ്പി ആവാനും നല്ല ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി വഴറ്റാം. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ അരച്ചെടുത്തിട്ട് ആണ് ചേർക്കുന്നത്. ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് വേവാൻ വയ്ക്കാം. പിന്നെ നമുക്ക് ചോറ് വെച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നമ്മൾ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സവാള, പുതിനയില, തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോനും കൂടി ചേർന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കശുവണ്ടി അരച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം വയ്ക്കാം. ദം വയ്ക്കാൻ വേണ്ടി ലെയറുകളാക്കി ചിക്കനും റൈസും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോറി, ബാക്കി കേൾക്കുന്നത് എൻ്റെ മോൻ്റെ സൗണ്ടാണ്. ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അങ്ങനെ നമുക്ക് ബിരിയാണി ദം വയ്ക്കാൻ വേണ്ടി ലെയറുകളാക്കി എടുക്കാം. ചിക്കൻ ഇട്ടു, അതിൻ്റെ പുറത്ത് ചോറിട്ടു. അങ്ങനെ എത്ര ലെയർ നമുക്ക് ഇഷ്ടമുള്ള ലെയറുകളാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു കളർ നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു കളർ നമുക്ക് വരുന്നതാണ്. അല്ലാതെ നമ്മൾ അതിനകത്ത് പച്ചമുളക് മാത്രമേ എരിവിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര നെയ്യ് ആവശ്യമാണോ അത്രയും നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.